ലോക ബന്ധുരാജ് നാരായൺജി ഫൗണ്ടേഷൻ സ്വാതന്ത്ര്യദിന സന്ദേശവും ആസാദി പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സന്ദേഹിക്കപ്പെടുന്ന വർത്തമാനകാലത്താണ് ഇവിടെ നിങ്ങൾ ആളുകൾ നൽകിയ കണ്ടുപിടിച്ച് ആദരിക്കുക, ആദരവ് വരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അനാദരവിൻ്റെ ലൗകികഭാവങ്ങളാണ്. ലോകാരാധനായ മഹാത്മാഗാന്ധി രാജ്യത്തിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ദേശീയ മഹാത്മാ ഈ രാജ്യത്തെ സൃഷ്ടിച്ചവർ, ഈ രാജ്യത്തിൻ്റെ ജീവത്യാഗം ചെയ്തിട്ടുള്ള മഹാശക്തി കഴിയുന്നു. അവരെല്ലാം ശിവഭൂതമാക്കുവാനും ചരിത്രത്തിൽ അനുഭവിക്കുവാനും നടത്തുമ്പോൾ ഭാര്യഹാസ എന്ന ദേശഭക്തി ഗാനം പോലും മാറ്റിക്കൊടുമ്പോൾ ബാബരി മസ്ജിദ് എന്ന പേര് പോലും മാറ്റിക്കൊടുപ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. ആ ഭയപ്പാട് യാഥാർത്ഥ്യത്തിരിക്കാൻ പ്രമുഖ സോഷ്യലിസ്റ്റ് മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജ് നാരായൺജിയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോക് ബന്ധുരാജ് നാരായൺജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ആസാദി പുരസ്കാര സമർപ്പണവും സ്വാതന്ത്ര്യദിന സന്ദേശവുമാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്നത്. മാധ്യമ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകർക്കാണ് ആസാദി പുരസ്കാരങ്ങൾ നൽകുന്നത്. മികച്ച കൗൺസിലർക്കുള്ള പുരസ്കാരം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്കും, മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഷമ മുഹമ്മദിനും, മികച്ച പൊതുപ്രവർത്തകന് കെ ജയപ്രകാശിനും പുരസ്കാരങ്ങൾ നൽകി. ചടങ്ങിൽ മേയർ മുസ്ലിഹ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ, വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, ടൗൺ പ്ലാനിംഗ് ചെയർമാൻ സെയ്ദ് സിയാദ് തങ്ങൾ, ചെയർപേഴ്സൺ A മിനി, CPM സിറ്റി ലോക്കൽ സെക്രട്ടറി ഷഹ്റാസ് കെ തുടങ്ങിയവർ പങ്കെടുത്തു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷവും മാധ്യമ കലാ സാംസ്കാരിക കാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ആസാദി പുരസ്കാര വിതരണവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൽ ഉന്നതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും സ്നേഹാദരവുമാണ് ഇന്ന് നൽകിയതെന്ന് LBRN ഫൗണ്ടേഷൻ കർണാടക സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷൈഷാദ് ബാങ്സൻ പറഞ്ഞു. ആസാദി പുരസ്കാരത്തിന്റെ 2024 എല്ലാ വർഷവും LBRN ഫൗണ്ടേഷൻ ചെയ്തു വരുന്നത് ഇപ്രാവശ്യം കണ്ണൂരാണ് ഞങ്ങൾ നടത്തി വന്നത്. ഇത് മലബാർ ചേംബർ കോമേഴ്സിൻ്റെ ഹാളിലാണ് ഇപ്പം പ്രോഗ്രാം കഴിഞ്ഞത്. അതിൻ്റെ കൂടെ 2024 കടന്നപ്പള്ളി സാർ മിനിസ്റ്റർ വന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മൾ മാധ്യമ പ്രവർത്തകരും കലാസാഹിക കാരുണ്യ പ്രവർത്തകരുമായിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഈ അവാർഡ് ഇപ്രാവശ്യം ആസാദി പുരസ്കാരം വിതരണം ചെയ്തു. ഇതെല്ലാം ഇത് കഴിഞ്ഞു. നന്ദി.